കോതമംഗലം KSRTC ടെർമിനലിൽ ആരംഭിച്ച മട്ടുപ്പാവ് കൃഷി നഗരകൃഷിക്ക് മാതൃകയായി. HSS പുതുപ്പാടി സ്കൂളുമായി കൈകോർത്തുകൊണ്ട് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി KSRTC ജീവനക്കാർ കോതമംഗലത്ത് നടപ്പാക്കിയ മട്ടുപ്പാവ് കൃഷി വിജയകരമായി മുന്നേറുകയാണ്. വഴുതന, മുളക്, വെണ്ട, തക്കാളി തുടങ്ങിയവയാണ് പ്രാരംഭമായി ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്തിരിക്കുന്നത്. സ്പോൺസർമാരെ കണ്ടെത്തി കൃഷി വിപുലീകരിക്കുമെന്ന് മാലിന്യമുക്ത കോർഡിനേറ്റർ പ്രീത് സി പോൾ പറഞ്ഞു. നമുക്ക് ഈ മട്ടുപ്പാവ് കൃഷി ഒന്ന് കണ്ടു നോക്കാം. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവരുടെയും KSRTC CMD ശ്രീ പ്രമോദ് ശങ്കർ സാറിൻ്റെയും കോതമംഗലം MLA ശ്രീ ആന്നി ജോൺ അവരുടെയും അതുപോലെ തന്നെ മാലിന്യമുക്ത കോർഡിനേറ്റർമാരായ ജാൻസി മേഡത്തിൻ്റെയും ശശികല മേഡത്തിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് നമുക്ക് ഈ പറഞ്ഞ മട്ടുപ്പാവ് കൃഷി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇത് മാലിന്യങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ഭംഗിയായിട്ട് അവിടെ ഒരു കുറേ പച്ചക്കറികൾ വെച്ചുകൂടി പിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചത്. ഇത് ഞങ്ങൾ സപ്പോർട്ടീവായിട്ട് നിന്നത് ഫാദർ ജോസഫ് മെമ്മോറിയൽ HSS പുതുപ്പാടിയാണ്. അവിടെ നിന്നുള്ള അധ്യാപകരും കുട്ടികളും അതുപോലെ തന്നെ NSS കോർഡിനേറ്റർമാർ, സ്കൗട്ടിലെ കുട്ടികളെല്ലാം വന്നാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ചെടികളൊക്കെ സ്പോൺസർ ചെയ്തത്. ഭാവിയിലേക്കും പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത്. അതിന് ഞങ്ങൾക്ക് എല്ലാം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ജീവനക്കാർ തന്നെയാണ്. ജീവനക്കാരുടെ എന്താ പറയുക ഒരു വലിയൊരു ഭാഗം പ്രവർത്തനം ഇതിലേക്ക് ഞങ്ങൾ നീക്കി വയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇനി കൂടുതൽ വിവരപ്പെടുത്താൻ നല്ല നല്ല സ്പോൺസർമാരെ കിട്ടിയാൽ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഒരു പുതിയ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക KSRTC എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഇതിനെല്ലാ ജീവനക്കാരും ഇതിന് പരിപൂർണമായ പരിചയങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മാലിന്യമുക്ത ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർമാരുണ്ട്. അവർ സജീവമായ പ്രവർത്തനങ്ങളിനകത്ത് വരുന്നു. അവർ സമയം കണ്ടെത്തി പരിമിതമായ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർ സമയം കണ്ടെത്തി നല്ല രീതിയിൽ ഈ പദ്ധതി വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും.